മല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല. നാം ഒന്നാലോചിച്ചു നോക്കൂ, എത്ര ജീവജാലങ്ങളാണ് വെള്ളമില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നത്. ഈ ശക്തമായ കൊടും വേനലിൽ അതെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമളാനിന്റെ പുണ്യമാകുന്ന ദിനങ്ങളിലാണ് നാം ഉള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കേണ്ട സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ സൃഷ്ടിജാലങ്ങളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിട്ടുണ്ട്. മല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല. കാരുണ്യം നാം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ളവരോട് മാത്രമല്ല, നമ്മുടെ അയൽവാസികളോടും കുടുംബങ്ങളോടും നാട്ടുകാരോടും എന്നല്ല, മറ്റു ജീവജാലങ്ങളോട് പോലും നമുക്ക് കരുണ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ വളരെയേറെ ചൂടനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. വേനൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പല മനുഷ്യരും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. മനുഷ്യർ മാത്രമല്ല, മറ്റു ജീവജാലങ്ങളും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. വെള്ളം ഏതൊരു ജീവിയുടെയും അത്യാവശ്യ ഘടകമാണ്. വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിന്റെ കൃത്യമായ പ്രവർത്തനത്തിന് വെള്ളം ആവശ്യമാണ്. ശരീരത്തിന്റെ പകുതിയിലധികവും വെള്ളമാണുള്ളത്. ഭൂമിയുടെ പകുതിയിലധികവും വെള്ളമാണുള്ളത്. വെള്ളം എല്ലാത്തിനും ആവശ്യമുള്ള ഒന്നാണ്. ആ വെള്ളം നമുക്ക് ആവശ്യമുണ്ടാകുമ്പോൾ നാം കിണർ കുഴിച്ച് അതിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട്. അതേസമയം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മറ്റു ജീവജാലങ്ങൾ, അവർക്ക് നിറഞ്ഞു നിൽക്കുന്ന അരുവികളും പുഴകളും തോടുകളും കുളങ്ങളും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം കുടിക്കാം. അതേസമയം അതെല്ലാം വറ്റുമ്പോൾ, ഈ ശക്തമായ കൊടും വേനലിൽ അതെല്ലാം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ അവർക്കെവിടെ നിന്ന് വെള്ളം കിട്ടും? പലരും ചൂട് ശക്തമായി കൊണ്ടിരിക്കുമ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പലപ്പോഴും പല ജീവജാലങ്ങളും ചത്തൊടുങ്ങുന്നു. വെള്ളമില്ലാതെ, ചൂട് സഹിക്കവയ്യാതെ ശരീരത്തിലുള്ള ജലാംശങ്ങളെല്ലാം വറ്റിപ്പോയി നിർജ്ജലീകരണം സംഭവിച്ച് ചത്തൊടുങ്ങുന്ന രംഗങ്ങൾ, വാർത്തകൾ നാം കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അതിന് ഇനി സാഹചര്യം നാം ഒരുക്കരുത്. അത്തരം ജീവജാലങ്ങൾക്ക് നാം വെള്ളം കൊടുക്കേണ്ടതുണ്ട്. പാറിക്കൊണ്ടിരിക്കുന്ന പറവകൾക്ക് വെള്ളം കൊടുക്കേണ്ടതുണ്ട്. നാം വളരെ ലളിതമായിട്ട് നമ്മുടെ വീട്ടിൽ നാം ഒഴിവാക്കുന്ന വേസ്റ്റ് വെള്ളമെങ്കിലും അത്തരം ജീവജാലങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നാം ഒരുക്കണം. പഴയതുപോലെയല്ല. ഇപ്പോഴൊക്കെ പല വീടുകളിലും കഴുകുന്ന പാത്രത്തിന്റെ വെള്ളം പോലും ഭൂമിയുടെ അടിയിലേക്ക് ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്കാണ് പോകുന്നത്, പുറത്തോട്ട് വരുന്നില്ല. മുമ്പൊക്കെ തെങ്ങിൻ ചുവടുകളിലേക്കും മറ്റുള്ള മരങ്ങളുടെ ചുവടുകളിലേക്കുമൊക്കെ ആ ഒരു വെള്ളം എത്തിയിരിക്കുമ്പോൾ പല ജീവജാലങ്ങൾക്കും അതിൽ നിന്ന് കുടിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ പാത്രത്തിൽ പറവകൾക്ക് വേണ്ടി ഒരൽപ്പം വെള്ളം കുടിക്കാനുള്ള സൗകര്യം നാം ഒരുക്കി കൊടുക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പ്രതിഫലം നമുക്ക് തരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ശക്തമായ ദാഹം അനുഭവപ്പെട്ടു. വല്ലാത്ത ദാഹം.
പലയിടത്തും വെള്ളം അന്വേഷിച്ചു, കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു കിണർ കണ്ടു. കിണറിൽ നിന്ന് കോരിയെടുക്കാനുള്ള കയറും ബക്കറ്റുമൊന്നുമില്ല. ആ മനുഷ്യൻ ദാഹം ശക്തമായതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ആ കിണറിലേക്ക് ഇറങ്ങി കിണറിൽ നിന്ന് വെള്ളം കുടിച്ചു. ദാഹമകറ്റി അദ്ദേഹം കരക്കെത്തിയപ്പോൾ കണ്ട കാഴ്ച, ഒരു നായ അതിന്റെ നാവ് പുറത്തേക്കിട്ട് ആ കിണറിന്റെ സമീപത്തുള്ള നനഞ്ഞു കുതിർന്ന മണ്ണിനെ നക്കിയെടുക്കുകയാണ്. ആ മനുഷ്യൻ ചിന്തിച്ചു, എനിക്കെത്തിയതുപോലെയുള്ള ശക്തമായ ഒരു ദാഹമാണല്ലോ ഈ നായക്കെത്തിയത്. ഈ നായക്ക് കിണറ്റിൽ ഇറങ്ങാൻ കഴിവില്ല. ഈ നായക്ക് കിണറിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നനഞ്ഞ മണ്ണ് നാവുകൊണ്ട് നക്കിയെടുത്ത് ദാഹം ശമിപ്പിക്കാനുള്ള ശ്രമമാണല്ലോ ഈ നായ. ആ മനുഷ്യൻ വീണ്ടും കിണറിലേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും കിണറിലേക്ക് ഇറങ്ങിയ മനുഷ്യൻ തന്റെ ഷൂ അഴിച്ചുകൊണ്ട് ആ ഷൂവിൽ വെള്ളം നിറച്ചു, വായ കൊണ്ട് കടിച്ചു പിടിച്ചു, കിണറിൽ നിന്ന് കയറി ഈ നായക്ക് കുടിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ഇദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തി നിമിത്തം അദ്ദേഹത്തോട് നന്ദി കാണിച്ചു, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അപ്പോൾ ഈ സംഭവം കേട്ട സ്വഹാബികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്ന ലനാ ഫിൽ ബഹാഇമി അജ്റ, നാൽക്കാലികളുടെ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രതിഫലമുണ്ടോ? നാൽക്കാലികൾക്ക് വെള്ളം കൊടുത്താലും ഞങ്ങൾക്ക് കൂലി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ, ഏതൊരു കരളുള്ള ഏതൊരു ജീവജാലങ്ങളോട് നിങ്ങൾ കാരുണ്യം കാണിച്ചാലും വെള്ളം കൊടുത്താലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയാണ്, സ്വർഗം നൽകുകയാണ്. ഇത് പറഞ്ഞത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതിനെ നമുക്ക് നിഷേധിക്കാനാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനാവ് കൊണ്ട് പറഞ്ഞ ഈ ഒരു സംഭവം, ഇതിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളണം. മറ്റു ജീവജാലങ്ങൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം നാം ഒരുക്കി കൊടുക്കണം. വെള്ളം കുടിക്കൽ മാത്രമല്ല, അവർക്ക് വേണ്ട സൗകര്യങ്ങളും പരിചരണങ്ങളും എല്ലാം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ലോകത്ത് പ്രശസ്തരായ 4 കുതുബുമാരിൽ ഒരാളാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ ഒരു ദിവസം കുഷ്ഠരോഗം ബാധിച്ച, ശരീരമാസകലം വ്രണം ബാധിച്ച ഒരു നായ വന്നു. ജനങ്ങളെല്ലാം ആ നായയെ ആട്ടിയോടിച്ചു. കാരണം ഈ നായയുടെ രോഗം ഞങ്ങൾക്ക് പകരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആ നായയെ ആട്ടിയോടിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജീവികളോട് വല്ലാതെ കാരുണ്യം കാണിക്കുന്ന മഹാനാണ്. ഈ മഹാൻ ഇത് കണ്ടപ്പോൾ ആ നായയെ പിടിച്ചു ഒരു ടെന്റ് കെട്ടി അതിന്റെ ഉള്ളിലാക്കി 40 ദിവസം ഈ നായയെ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ശുശ്രൂഷിച്ചു, മരുന്ന് വെച്ചു കൊടുത്തു, കുളിപ്പിച്ചു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, എല്ലാം കൊടുത്തു. 40 ദിവസമായപ്പോൾ ഈ നായ സുഖം പ്രാപിച്ചു, അതിനെ വിട്ടയച്ചു. ജനങ്ങൾ ചോദിച്ചു, അല്ല മഹാനവറുകളെ, നിങ്ങൾ എന്തിനാണ് എല്ലാവരും ആട്ടിയോടിക്കുന്ന ഒരു നായയോട് ഇത്രമാത്രം കാരുണ്യത്തോടുകൂടെ പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്, നാളെ പാരത്രിക ലോകത്ത് ഞാനെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഓ അഹ്മദേ, ഈ എല്ലാവരും ആട്ടിയോടിക്കുന്ന ഈ നായയോട് കരുണ ചെയ്യാനുള്ള ഒരു മനസ്സ് നിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലേ എന്ന് അല്ലാഹു എന്നോട് ചോദിക്കുന്ന ഒരു രംഗം ഞാൻ ആലോചിച്ചു പോയി, ഓർത്തുപോയി. അതുകൊണ്ടാണ് ഞാൻ ഈ നായയോട് കാരുണ്യം കാണിച്ചത്. ഇത്ര വലിയ സംഭവമാണ്. ആരാണ് ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു? നമ്മെപ്പോലെയുള്ള സാധാരണ വ്യക്തിയല്ല, വലിയ മഹാനാണ്, പണ്ഡിതനാണ്, സൂഫിവര്യനാണ്, എല്ലാമാണ്. ഔലിയാക്കളിൽ വലിയ ദറജയെത്തിയ മഹാനാണ്. അവരാണ് ഇങ്ങനെയുള്ള ഒരു കാരുണ്യ പ്രവർത്തനം കാണിക്കുന്നത്.
ജീവജാലങ്ങളോട് നാം ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നാം ചെയ്യുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമുക്ക് സദാ വർഷിപ്പിച്ചുകൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തന്റെ താരീഖിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയി. ശിബിലി റളിയല്ലാഹു അൻഹുവിനെ ചില ആളുകൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, നിങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് പെരുമാറിയത്? ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അവന്റെ മുന്നിൽ നിർത്തി എന്നോട് ചോദിച്ചു, ഓ ശിബിലി, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നത് എന്തിന്റെ പേരിലാണ് എന്ന് നിങ്ങൾക്കറിയുമോ? ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിസ്വാലിഹി അമലി, എന്റെ സൽപ്രവർത്തികളെ കൊണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ല. ശിബിലി തങ്ങൾ പറയുന്നു, ഞാൻ പറഞ്ഞു, ബി ഇഖ്ലാസി ഫീ ഉബൂദിയത്തി, എന്റെ ആരാധനകളിൽ ഞാൻ കാണിക്കുന്ന, എന്റെ അടിമത്വത്തിൽ ഞാൻ പ്രകടിപ്പിക്കുന്ന എന്റെ ഇഖ്ലാസ് കാരണമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ല. ശിബിലി റളിയല്ലാഹു അൻഹു ഓരോന്ന് പറഞ്ഞു, എന്റെ ഹജ്ജ് കൊണ്ടായിരിക്കാം, എന്റെ നോമ്പ് കൊണ്ടായിരിക്കാം, ഞാൻ ധാരാളം നിസ്കരിക്കുന്ന ആളായിരുന്ന നിസ്കാരം കൊണ്ടായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശിബിലി, അതുകൊണ്ടൊന്നുമല്ല ഞാൻ നിനക്ക് പുറത്തു തന്നത്. ശിബിലി തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു അള്ളാഹുവിനോട്, അള്ളാഹുവേ, എങ്കിൽ എന്തിന്റെ പേരിലാണ് നീ എനിക്ക് പുറത്തു തന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഓ ശിബിലി, നീ ഓർക്കുന്നുണ്ടോ, ബഗ്ദാദിന്റെ ഊടുവഴികളിലൂടെ നീ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ആ ഒരു സാഹചര്യത്തിൽ ഒരു പൂച്ച, ആ പൂച്ച ഒരു മതിലിൽ നിന്ന് അങ്ങോട്ടും ആ മതിലിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും വേഗത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്നു. കൊടും തണുപ്പുള്ള ഒരു ദിനമായിരുന്നു അന്ന്. ശക്തമായ തണുപ്പുള്ള ആ ഒരു സമയത്ത് ആ പൂച്ച കാണിക്കുന്നത് തണുപ്പ് സഹിക്കവയ്യാതെ ഒരൽപ്പം ചൂട് കിട്ടാൻ വേണ്ടി ശരീരത്തെ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ഒരു മതിലിൽ നിന്ന് മറ്റേ മതിലിലേക്കും ആ മതിലിൽ നിന്ന് തിരിച്ചിങ്ങോട്ടും വേഗത്തിൽ ചാടിക്കൊണ്ടിരിക്കുന്നത് തണുപ്പ് സഹിക്കവയ്യാതെ തണുപ്പ് അനുഭവിച്ചതുകൊണ്ടുള്ള ആ ഒരു വെപ്രാളം കൊണ്ടുമാണ് എന്ന് നീ മനസ്സിലാക്കിയപ്പോൾ നിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കരിമ്പടം, ഒരു പുതപ്പ് എടുത്തുകൊണ്ട് ആ പൂച്ചയെ പിടിച്ച പൂച്ചക്ക് നീ പുതപ്പിച്ചു കൊടുത്തില്ല. ആ പൂച്ചക്ക് വലിയൊരു ആശ്വാസമായിരുന്നു അത് നിമിത്തം ലഭിച്ചത്. ഈ ഒരു പ്രവൃത്തി നിന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് പുറത്തു തരുന്നത്, നിനക്ക് സ്വർഗം നൽകുന്നത് എന്ന് ബഹുമാനപ്പെട്ട ശിബിലി റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ജീവജാലങ്ങളാണ് വെള്ളമില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നത്? എത്ര ജീവജാലങ്ങളാണ് പല വിഷമങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുന്നത്? അതുകൊണ്ട് നമ്മുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ള ജീവജാലങ്ങളിലേക്കും കൂടെ പോവട്ടെ എന്ന് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അബദ്ധമുണ്ട്. വേനൽ ചുട്ടുപഴുത്തു വരുമ്പോൾ സസ്യങ്ങളെല്ലാം ഉണങ്ങിപ്പോയി. ആ ഉണങ്ങിയ പുല്ലിന്റെ അവശിഷ്ടങ്ങൾ അവിടെ തീ കൊടുത്ത് അത് കത്തിച്ചാമ്പലാക്കുന്നത് നാം കാണാറുണ്ട്. ശ്രദ്ധിക്കണം, എത്ര ജീവജാലങ്ങളായിരിക്കും അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുക, എത്ര ഉറുമ്പുകളായിരിക്കും. അവരെയെല്ലാം കരിച്ചു കളയുകയല്ലേ നാം ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യരുത്. എന്നു മാത്രമല്ല, ഈ ശക്തമായ വേനലിൽ നമ്മുടെ ഭൂമിയുടെ ചൂട് നിയന്ത്രിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള പുല്ലുകളാണ്. ഉണങ്ങിക്കിടക്കുന്ന ഈ പുല്ലുകളും ചപ്പ് ചവറുകളും നമ്മുടെ ഭൂമിയുടെ ചൂട് നിയന്ത്രിക്കുന്നുണ്ട്. ചൂട് കൂടുതൽ ഭൂമിക്ക് ഏൽക്കാതെ ഭൂമിയെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചപ്പുചവറുകളെയും ആ ഉണങ്ങിയ പുല്ലുകളെയും നാം കരിച്ചു കളയരുതേ. കാരണം ഒന്ന്, അത് ഭൂമി ചൂട് കൂടാൻ കാരണമാകും. മറ്റൊന്ന്, അതിൽ ധാരാളം ജീവജാലങ്ങൾ ഉണ്ടാകും, അവയെല്ലാം കരിഞ്ഞു പോകും. അതുകൊണ്ട് ജീവജാലങ്ങളുടെ കാര്യത്തിൽ, ഉറുമ്പുകളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ മറ്റുള്ള നാൽക്കാലികളുടെ വിഷയത്തിൽ, പറവകളുടെ വിഷയത്തിൽ നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. അവർക്ക് വെള്ളം ആവശ്യമാകുന്ന സമയത്ത് അത് സംവിധാനിക്കാനുള്ള ഒരു
സാഹചര്യം നാം ഒരുക്കണം. അങ്ങനെയാണ് എങ്കിൽ അത്തരം ജീവജാലങ്ങളോട് നാം ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തികൾ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അർഹമുർ-റാഹിമീനായ രാജസയ്യിദായ അല്ലാഹ്, നിന്റെ വിശാലമായ കാരുണ്യം ഞങ്ങളിലേക്ക് എന്നും നീ വർഷിപ്പിക്കണം റഹ്മാനെ. ഈ വിശുദ്ധ റമദാനിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് എത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാവർക്കും നീ റാഹത്ത് നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. അർഹമുർ-റാഹിമീനായ അല്ലാഹ്, ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി. പലരുടെയും മാതാപിതാക്കൾ, പലരുടെയും മക്കള്, ഭാര്യമാര്, ഭർത്താക്കന്മാര് പലരും ഇന്ന് ആറടി മണ്ണിലാണ്. അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. നാളെ സ്വർഗീയ ലോകത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.